യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. പാപത്തിന് ഒരു വശീകരണ സ്വഭാവമുണ്ട്. മനുഷ്യൻ പലപ്പോഴും ഈ വശീകരണത്തിൽ വീണ് പാപത്തിൽ അകപ്പെട്ടു പോകാറാണ് പതിവ്. കാരണം ആദിമ മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ഈ ലോകത്തിലേക്ക് പ്രവേശിക്കാനിടയായി. എന്നാൽ തന്നെ ശൂന്യനാക്കിക്കൊണ്ട് കർത്താവ് നമ്മുടെ മേൽ ഓരോ നിമിഷവും കരുണ ചൊരിയുകയാണ്. ആ കരുണയിലൂടെ പാപത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ നമ്മെ പഠിപ്പിക്കുകയാണ് ഇന്നത്തെ ഷെമ ഇസ്രായേൽ. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുന്നത് കാരിസ് ഭവൻ ഡയറക്ടർ ഫാദർ കുര്യൻ കാരിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് മോളി. ഞാൻ കടങ്ങൂരിൽ നിന്ന് വരുന്ന എൻ്റെ മകൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അവൾ IELTS എല്ലാം പാസ്സായിട്ട് UK പോയി കഴിഞ്ഞ നവംബർ 17-ാം തീയതി. അത് കഴിഞ്ഞ് ഒരു പരീക്ഷയുണ്ട് UK ചെന്ന് കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, എല്ലാവരും പറഞ്ഞു പരീക്ഷ ഇപ്പോൾ എഴുതണ്ട, പരീക്ഷ എഴുതി കഴിഞ്ഞാൽ പാസ്സാകത്തില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നമുക്ക് ദൈവമുണ്ട് നമ്മുടെ കൂടെ. ഞാൻ കാരിസ് ഭവനിൽ പോയി ഇന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാ ശനിയാഴ്ച ദിവസം. അതുകൊണ്ട് നീ ഒന്നും കൊണ്ടും പേടിക്കേണ്ട, നീ പരീക്ഷ എഴുതിക്കൊള്ളാൻ പറഞ്ഞു. ഈ കഴിഞ്ഞ 10-ാം തീയതി ജനുവരി 10-ാം തീയതി ആയിരുന്നു പരീക്ഷ. മിനിങ്ങാന്ന് റിസൾട്ട് വന്ന് നല്ല മാർക്കോടുകൂടി അവൾ പാസ്സായെന്ന് പറഞ്ഞുകൊണ്ട് യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ വചനവിരുന്നിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയപ്പെട്ടവർ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം പാപത്തിൻ്റെ നശീകരണ ശക്തിയെക്കുറിച്ചാണ്. വിശുദ്ധ ഫ്രാൻസിസ് സാലസ്, ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥൻ, അദ്ദേഹം സൂചിപ്പിച്ച ഒരു കാര്യം, സിൻ ഈസ് പോയിസൺ, പാപം വിഷമാണ്. നമുക്കറിയാം, വിഷം ചെയ്യാറുള്ളത് നാശം വരുത്തുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പാപത്തെ കാണേണ്ടത് ഒരു വിഷമായിട്ട്, പാപത്തെ കാണേണ്ടത് നിരവധി ആളുകളുടെ ജീവൻ അപഹരിക്കാൻ സാധ്യതയുള്ള ഒരു ബോംബായിട്ട് പാപത്തെ കാണാൻ പറ്റട്ടെ. ആ ഒരു ബോധ്യത്തിലേക്ക് നമ്മൾ വന്നാൽ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പാപം ചെയ്യാതിരിക്കാൻ ഒരു പ്രത്യേക ശ്രദ്ധ നമുക്കുണ്ടായേക്കും. നമ്മുടെ പാപം മൂലം നമുക്കും മറ്റുള്ളവർക്കും സംഭവിക്കാവുന്ന നശീകരണത്തെക്കുറിച്ച്, നാശത്തെക്കുറിച്ച്, നഷ്ടത്തെക്കുറിച്ച് നമുക്ക് തിരിച്ചറിവുള്ളവരാകാം. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കേൾക്കുന്ന വചനം ഹൃദയത്തിൽ ആഴപ്പെടുവാനും കേൾക്കുന്ന വചനങ്ങൾ നമ്മുടെ ജീവിതത്തെ മാനസാന്തരത്തിലേക്ക് നയിക്കുവാനും ആഗ്രഹിച്ച് കർത്താവിനോട് നമുക്ക് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ദൈവമേ നന്ദി, യേശുവേ നന്ദി, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഒന്നുചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ, മനസ്സ് തുറക്കണമേ, ജീവിതം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് ആവശ്യമായ വചനവും വചനത്തിലൂടെ വിശുദ്ധീകരണവും മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങളും അങ്ങ് പ്രദാനം ചെയ്യണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ, മാലാഖമാരെ ഞങ്ങൾക്ക് തുണയായിരിക്കണമേ. ആമേൻ.
പ്രൈസ് ലോർഡ്. നമുക്കൊരു 3 വചനങ്ങൾ ആമുഖമായിട്ട് നമ്മുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട വചനം റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വചനം. റോമ 6:23. പാപത്തിൻ്റെ വേതനം മരണമാണ്. പാപത്തിൻ്റെ ശമ്പളമെന്ന് പറയുന്നത് മരണമാണ്. നമ്മളൊരു ദിവസം ജോലിയെടുത്താലും ഒരു മാസം അടുപ്പിച്ച് ജോലിയെടുത്താലും അതിനുള്ള ശമ്പളം ലഭിക്കാറുണ്ട്. അതുപോലെ പാപത്തിൻ്റെ ശമ്പളം എന്താണ്, വേതനം എന്താണ് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. രണ്ടാമതായിട്ട് നമുക്ക് ഏറ്റെടുക്കാവുന്ന ഒരു വചനമാണ് എസെക്കിയേലിൻ്റെ പുസ്തകം 18-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വചനം. എസെക്കിയേൽ 18:20 നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: പാപം ചെയ്യുന്നവൻ മാത്രമായിരിക്കും മരിക്കുക. പാപം മരണവും നാശവും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും എന്ന് പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ജെറമ്യായുടെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 11 മുതലുള്ള തിരുവചന ഭാഗം 3-ാമത്തെ വചനഭാഗമായിട്ട് നമുക്കെടുക്കാം. ജെറമ്യ 11 മുതലുള്ള വചനങ്ങളുടെ പശ്ചാത്തലം ഇസ്രായേൽ ജനം ദൈവത്തെ മറന്ന് ദൈവാരാധന നടത്തിയതാണ്. മറ്റ് ദൈവങ്ങളുടെ പുറകെ പോയി അവയെ ആരാധിക്കുന്ന ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, അതിന് മറുപടിയായിട്ട് ദൈവം പറഞ്ഞ ചില കാര്യങ്ങൾ ബൈബിളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ജെറമ്യ 11 മുതലുള്ള തിരുവചന ഭാഗത്ത് നമ്മൾ കാണുക. ബാലിന് ബലിയർപ്പിച്ച് ദൈവജനം ദൈവവുമായി ഉണ്ടായിരുന്ന ഉടമ്പടി തകർത്തു. ദൈവം പറഞ്ഞിരുന്ന കാര്യമാണ്, മറ്റ് ദൈവങ്ങളുടെ പുറകെ പോകാതെ ഞാൻ ഇസ്രായേലിൻ്റെ ദൈവമായി ഞാൻ, നിങ്ങൾക്ക് ഏക ദൈവമാണെങ്കിൽ നിങ്ങളെ ഞാൻ എൻ്റെ സ്വന്തം ജനമായി കാണും. നിങ്ങളെൻ്റെ സ്വന്തമായി കണ്ടുകൊണ്ട് നിങ്ങളെ ഞാൻ അതുപോലെ പരിപാലിക്കും, സംരക്ഷിക്കും, വളർത്തും. ഇസ്രായേൽക്കാർ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയ കാലം അത്രയും ദൈവം ഈ വാഗ്ദാനം നിറവേറ്റിക്കൊണ്ടിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഉടമ്പടി ലംഘിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ദൈവം ഇസ്രായേൽക്കാർക്ക് കൊടുത്ത ചില സൂചനകൾ, അതാണ് ജെറമ്യ 11 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുക. നിങ്ങൾ ഈ പ്രവൃത്തി ചെയ്തതുകൊണ്ട് നിങ്ങളിനി നേർച്ചയിട്ടാലും കാഴ്ചകൾ സമർപ്പിച്ചാലും ഈ പാപത്തിന് പരിഹാരമാകില്ല. ഇങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോലും വേണ്ട എന്നാണ് ഈ വചനഭാഗത്ത് സൂചിപ്പിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് ഈ പാപത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടിയാണ്. അവരുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കരുത്, നമ്മുടെ മാനസാന്തരത്തിന് വേണ്ടി നമ്മൾ അധ്വാനിക്കരുത് എന്ന ആ ഒരു സന്ദേശമല്ല. ഈ പാപത്തിൻ്റെ ഗൗരവം അത്ര വലുതാണെന്ന്. ദൈവത്തോട് അവിശ്വസ്തത കാണിച്ച് അന്യദൈവാരാധന, വിശ്വാസത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ, ഇക്കാര്യങ്ങൾ നിങ്ങൾ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ നേർച്ചകളോ കാഴ്ചകളോ ബലിയർപ്പണങ്ങളോ ഒന്നും എന്നെ പ്രസാദിപ്പിക്കാൻ പോകുന്നില്ല. ഇവയൊന്നും നിങ്ങളുടെ പാപത്തിന് പരിഹാരമാവുകയില്ല എന്ന് ദൈവം പറയുന്നത് കാണാൻ സാധിക്കും. എന്നിട്ട് ഈ പാപത്തിൻ്റെ നശീകരണ ശക്തിയെക്കുറിച്ച് ഈ വചനഭാഗത്ത് ദൈവം പറഞ്ഞിരുന്നത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. കർത്താവ് പറയാണ്, നിങ്ങളെന്നോട് വിശ്വസ്തത പുലർത്തി ജീവിച്ചപ്പോൾ നിങ്ങൾ വളർന്നു വന്നത് ഒരു നല്ല മരം വെള്ളം കെട്ടി വളം കെട്ടി തഴച്ചു വളർന്ന് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നത് പോലെ അപ്രകാരം നിങ്ങൾ വളർന്നു നിന്ന ഒരു വൃക്ഷമായിരുന്നില്ലേ? ഇത് ചെയ്തതുകൊണ്ട് ഈ പാപം ദൈവത്തിനെതിരായി, വിശ്വാസത്തിനെതിരായി, വിശ്വസ്തതയ്ക്കെതിരായി നിങ്ങൾ ഈ പാപം ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കാവുന്ന കാര്യം
ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം. ഒരിക്കൽ തഴച്ചു നിന്ന് ഫലം പുറപ്പെടുവിച്ച ഒലിവ് മരമായിരുന്ന നിന്നെ ഞാൻ ചുട്ടെരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തഴച്ചു വളർന്ന് കായ്കൾ പുറപ്പെടുവിച്ച ഒലിവ് മരമായിരുന്ന ഇസ്രായേൽ ജനത്തിന് വരാൻ പോകുന്നത് കൊടുങ്കാറ്റിലും അഗ്നിയിലും പെട്ട് നശിക്കുന്ന ചുട്ടെരിയപ്പെടുന്ന ഒരു വൃക്ഷം പോലെ നീയായിത്തീരുമെന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ നശീകരണ ശക്തിയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അത് മനസ്സിലാക്കാത്തിടത്തോളം കാലം പാപത്തിൽ നിന്ന് പിന്തിരിയാനുള്ള ഒരു മനസ്സോ അതിനാവശ്യമായിട്ടുള്ള ഒരു പ്രയത്നമോ നമ്മുടെ ഭാഗത്തു നിന്നും വന്നെന്ന് വരില്ല. ഏതാനും ചില കാര്യങ്ങൾ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ ഹൃദയസ്ഥമാക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഒന്നാമത്തെ കാര്യം, പാപത്തെക്കുറിച്ച് നമ്മളിവിടെ ചിന്തിക്കുന്നത്, ആ ചിന്ത നമ്മെ നിരാശയിലേക്കോ ആത്മഹത്യയിലേക്കോ നിരുന്മേഷരാകുന്നതിലേക്കോ നയിക്കാൻ വേണ്ടിയല്ല. പ്രിയപ്പെട്ടവരെ, നമ്മൾ നമ്മുടെ തന്നെ പാപത്തെക്കുറിച്ച് ചിന്തിക്കുന്നത്, കഴിഞ്ഞുപോയ ജീവിതത്തിലെ പാപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ അനുതാപത്തിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടിയായിരിക്കണം. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം നിങ്ങൾക്ക് സുപരിചിതമായിരിക്കാം. കർത്താവ് കരുണ കാണിക്കുന്നതിൻ്റെ ലക്ഷ്യം പോലും നമ്മൾ അനുതാപത്തിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടിയാണ്. പത്രോസിലേ പറയുന്നുണ്ട്, നമ്മൾ പാപം ചെയ്തിട്ടും നമ്മളെ നശിപ്പിക്കാതെ കർത്താവ് ദീർഘക്ഷമ കാണിച്ച് വീണ്ടും വീണ്ടും അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ അനുതാപത്തിലേക്ക് നയിക്കപ്പെടാൻ വേണ്ടിയാണ്. നശിച്ചു പോകാതെ അനുതാപത്തിലൂടെ നമ്മൾ രക്ഷ പ്രാപിക്കേണ്ടതിന്. മറ്റൊരു വചനഭാഗം 1 കൊറിന്തോസ് 5-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങളും 2 കൊറിന്തോസ് 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനവും ചേർത്ത് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. 1 കൊറിന്തോസ് 5:1 മുതലുള്ള വചനങ്ങളിൽ നമ്മൾ കാണുന്നത് കൊറിന്തോസിലെ സഭയിൽ വളരെ മോശമായ ചില പ്രവൃത്തികൾ, പെരുമാറ്റങ്ങൾ, മ്ലേച്ഛമായിട്ടുള്ള കാര്യങ്ങൾ പൗലോസ്ലീഹ കാണുകയുണ്ടായി. അത് അവരുടെ മുഖത്തു നോക്കി പറഞ്ഞ് അവരെ കുറ്റപ്പെടുത്തുന്ന ഒരു രംഗം. പൗലോസ്ലീഹ ചോദിച്ചൊരു കാര്യം, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇപ്രകാരം മ്ലേച്ഛതകളിൽ മുഴുകുക? നിങ്ങളിൽ ചിലർ സ്വന്തം പിതാവിൻ്റെ ഭാര്യയുമായി അവിഹിത ബന്ധത്തിൽ കഴിയുന്നു. പ്രിയപ്പെട്ടവരെ, എത്ര മ്ലേച്ഛകരമായിട്ടുള്ള ഒരു കാര്യം ഒരുപക്ഷെ ഇന്നും സംഭവിക്കുന്നില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സ്വന്തം മക്കളെപ്പോലും ദുരുപയോഗിക്കുന്ന മാതാപിതാക്കൾ, സ്വന്തം സഹോദരങ്ങളെ ദുരുപയോഗിക്കുന്ന മറ്റ് സഹോദരങ്ങൾ, ബ്ലഡ് റിലേഷൻ, രക്തബന്ധമുള്ള മറ്റ് വ്യക്തികളെ ദുരുപയോഗിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ്ലീഹ പറയുകയാണ്, ഇത് മ്ലേച്ഛതയാണ്, ഇത് പാപകരമായിട്ടുള്ള അവസ്ഥയാണ്, ഇത് കർത്താവ് ആഗ്രഹിക്കാത്ത ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് നിങ്ങളിൽ ചിലർ ഇപ്രകാരമുള്ള പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്? നിശ്ചയമായിട്ടും കൊറിന്തോസിൽ ഈ പാപത്തിൽ മുഴുകിക്കഴിഞ്ഞവരെ അത് വേദനിപ്പിച്ചിട്ടുണ്ടാകണം. ഇനി അവർ ഇതെല്ലാം കേട്ട് നിരാശപ്പെടാനോ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കാനോ പ്രതികാര ചിന്തകളുമായിട്ട് പൗലോസിനെതിരെ വരാനോ വേണ്ടി ആയിരുന്നില്ല. 2 കൊറിന്തോസ് 7-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വചനം വായിച്ചാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞാനിപ്പോൾ സന്തോഷിക്കുന്നു. പൗലോസ്ലീഹ പറയാണ്, കുറച്ച് നാൾ മുമ്പ് നിങ്ങളുടെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ നിങ്ങൾ വിഷമിച്ചെങ്കിൽ, നിങ്ങൾക്ക് വേദനയുണ്ടായെങ്കിൽ അതിനേക്കാൾ വേദനയോടെയാണ്, അതിനേക്കാൾ ബുദ്ധിമുട്ടോടെയാണ് ഞാൻ ആ കാര്യങ്ങൾ പറഞ്ഞത്. എന്നാൽ ഇന്ന് ഞാൻ സന്തോഷിക്കുന്നു. അതിൻ്റെ കാരണം പൗലോസ്ലീഹ പറയുന്നുണ്ട്, നിങ്ങളെ വേദനിപ്പിച്ചതിലുള്ള ഒരു സന്തോഷമല്ല, അത് സാഡിസ്റ്റൊക്കെ ആയിട്ടുള്ളവരാണ് മറ്റുള്ളവരെ വേദനിപ്പിച്ച് മറ്റുള്ളവരെ മുറിപ്പെടുത്തി മറ്റുള്ളവർക്ക് നാശങ്ങളും നഷ്ടങ്ങളും വരുമ്പോൾ അതിൽ സന്തോഷിക്കുന്നത്. നിന്റെ ശത്രുവിന് പോലും
പതനം സംഭവിക്കുമ്പോൾ അതിൽ ആഹ്ലാദിക്കരുതെന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. അങ്ങനെ എങ്ങാനും സംഭവിച്ചാൽ നമ്മുടെ പതനത്തിനത് കാരണമായി തീരാമെന്ന്. അപ്പം അതുകൊണ്ട് ശത്രുവിന് പോലും വേദന വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, പതനം വരുമ്പോൾ വേദനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കടപ്പെട്ടവരാണ് ദൈവത്തിൻ്റെ മക്കൾ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തെക്കുറിച്ച്, നമ്മുടെ കഴിഞ്ഞുപോയ ജീവിതത്തിലെ ചില പാപകരമായ അവസ്ഥകളെക്കുറിച്ച്, നമുക്ക് വന്നുപോയ വീഴ്ചകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പോലും നമ്മളെ അനുതാപത്തിലേക്ക് അത് നയിക്കേണ്ടതിന് വേണ്ടി ആയിരിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇതാണ്: പാപത്തിൻ്റെ നശീകരണ ശക്തിയെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിസ്സാരമാക്കരുത്. ചിലർ പാപത്തെക്കുറിച്ച് എത്ര കേട്ടാലും അവർക്ക് യാതൊരു അനക്കവുമില്ല. അനുതാപം വരികയോ ജീവിതത്തിൽ മാറ്റം വരികയോ ചെയ്യാതിരിക്കുന്ന വ്യക്തികളെ കാണാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, യെശയ്യായുടെ പുസ്തകം 1-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 17 മുതലുള്ള തിരുവചന ഭാഗം വായിച്ചു കഴിഞ്ഞാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, അനുസരിച്ചാൽ നീ ഐശ്വര്യം പ്രാപിക്കും. ദൈവത്തിൻ്റെ നിർദ്ദേശങ്ങളും വചനങ്ങളും താക്കീതുകളും അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാളിനിരയായിത്തീരാം. അപ്പം അതുകൊണ്ട് ദൈവം നൽകുന്ന താക്കീതുകൾ നിസ്സാരമാക്കരുത്. പാപത്തെക്കുറിച്ച്, പാപത്തിൻ്റെ നശീകരണ ശക്തിയെക്കുറിച്ച് ദൈവം നൽകുന്ന സന്ദേശങ്ങളെ നിസ്സാരമായിട്ടെടുക്കരുതെന്ന് ദൈവവചനം നമ്മളെ ഓർമ്മിപ്പിക്കുക. മറ്റൊരു വചനഭാഗം, പ്രഭാഷകൻ്റെ പുസ്തകം 23-ാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വചനങ്ങൾ വായിക്കണമേ. അവിടെ ദൈവം സൂചിപ്പിക്കുന്ന ഒരു കാര്യം, ദൈവം നൽകിയ താക്കീതുകളെ, പാപം മൂലം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച്, നാശങ്ങളെക്കുറിച്ച് കേട്ടിട്ടും അത് മാനിക്കാതെ പോകുന്ന വ്യക്തികൾക്ക് സംഭവിക്കാവുന്ന ഒരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ളവർ നഗരവീഥിയിൽ വെച്ച് പിടിക്കപ്പെടും. അതാണ് വചനം പറയുക. ഇങ്ങനെയുള്ളവർ നഗരവീഥിയിൽ വെച്ച് പിടിക്കപ്പെടും. ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് അവർക്ക് ശിക്ഷയുണ്ടാവും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ നശീകരണ ശക്തിയെക്കുറിച്ച് ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിസ്സാരമാക്കി നമ്മൾ തള്ളിക്കളയരുത് എന്നുള്ള കാര്യം നമുക്ക് ഓർത്തിരിക്കാം. നമ്മൾ പല ടൈപ്പ് ബോംബുകളെക്കുറിച്ച് കേട്ടിട്ടുണ്ട്. കുഴി ബോംബാകാം, ഒരുപക്ഷെ ആറ്റം ബോംബാകാം, ന്യൂക്ലിയർ ബോംബാകാം. ഒരു ബോംബ് പൊട്ടിയതിൻ്റെ പേരിൽ ധാരാളം വ്യക്തികൾ മരിച്ച സംഭവങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് കാണാൻ സാധിക്കും. ചില സംഭവങ്ങൾ ഇപ്പോഴും നമ്മുടെ ഓർമ്മയിൽ നിന്ന് മറയാതെ കിടക്കുന്നത് കാണാൻ സാധിക്കും. അതിങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് ബൈബിളിൽ നിന്നും ഏതാനും സംഭവങ്ങൾ നമ്മൾ എടുത്ത് കാണുന്നത് നല്ലതാണ്. ഒരു വ്യക്തിയുടെ പാപം മൂലം ഒരുപാട് വ്യക്തികൾ മരിച്ച സംഭവങ്ങൾ. ഒരു സംഭവം 1 രാജാക്കന്മാർ 14-ാം അധ്യായം 10-ാമത്തെ വചനത്തിൽ കാണാൻ സാധിക്കും. ജെറൊബോവാം രാജാവ്, അവൻ്റെ പാപം മൂലം അവൻ്റെ കുടുംബാംഗങ്ങളെല്ലാം ചപ്പ് ചവറ് പോലെ കത്തിച്ചാമ്പലാകുന്ന ഒരു രംഗം. ഒരു വ്യക്തിയുടെ പാപത്തിന് ഒരു കുടുംബാംഗങ്ങൾ മുഴുവൻ സഹിക്കേണ്ടി വന്നു. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ജോഷുവയുടെ പുസ്തകം 7-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വ്യക്തിയുടെ പാപം മൂലം, ആഖാൻ്റെ പാപം, അവൻ്റെ പാപം മൂലം അവൻ്റെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ ഇസ്രായേൽ ജനത്തിൽപ്പെട്ട 30ഓളം പേര് മരിച്ചു വീഴുന്ന ഒരു രംഗം അവിടെ പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 2 സാമുവേൽ 21-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനഭാഗം വായിച്ചു കഴിഞ്ഞാൽ, സാവൂളിൻ്റെ പാപത്തിന്, അവൻ ചെയ്ത പാപം ശപഥം ലംഘിച്ച പാപം, അതിന് പരിഹാരമായിട്ട് അവൻ്റെ 7 മക്കളെ പിടികൂടി ഗിബിയോൻകാർ തൂക്കിലിടുന്ന ഒരു രംഗം കാണാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ പാപത്തിന് പലര് മരിക്കേണ്ടി വന്ന രംഗം. വീണ്ടും നമ്മൾ കാണുന്നുണ്ട്, പുറപ്പാട് 7 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഫറവോ രാജാവിൻ്റെ പാപം മൂലം ഒരുപാട് വ്യക്തികൾ മരിച്ചു വീണ സംഭവങ്ങൾ. മറ്റൊരു സംഭവമാണ് 2 സാമുവേൽ 24-ാം അധ്യായത്തിൻ്റെ 15 മുതൽ വായിച്ചാൽ, ദാവീദ് ഒരു വ്യക്തിയുടെ പാപം,
അവൻ സെൻസസ് എടുത്തിട്ട് ദൈവത്തിൽ ആശ്രയിക്കുന്നതിന് പകരം യുദ്ധവീരന്മാരിൽ ആശ്രയിച്ചതിന് ഫലമായി ദാൻ മുതൽ ബർശബ വരെ 70,000 പേര് മരിച്ചു വീഴുന്ന ഒരു രംഗം. വീണ്ടും ന്യായാധിപന്മാരുടെ പുസ്തകം 9-ാം അധ്യായം 5-ാമത്തെ വചനം വായിച്ചാൽ അബിമേലെക്ക് അധികാരക്കൊതിയിൽ അവൻ ചെയ്ത ഒരു കാര്യമാണ് ജെറുബ്ബാലിൻ്റെ 70 മക്കളെ ഒരേ കല്ലിൽ വെച്ച് വധിച്ച രംഗം. യെശയ്യാ 37-36-ാമത്തെ വചനം വായിച്ചാൽ വലിയ ഒരു നാശം വരുന്നത് കാണാൻ സാധിക്കും. സെന്നക്കെരിബിൻ്റെ പാപം മൂലം അവിടെ മരിച്ചത് 1,85,000 പേരാണ്. ഇതുപോലെ നിരവധി സംഭവങ്ങൾ ബൈബിളിൽ കാണാൻ സാധിക്കും. ഒരു വ്യക്തിയുടെ പാപം മൂലം നിരവധി ആളുകൾ മരിച്ചു വീഴേണ്ടി വന്ന രംഗങ്ങൾ. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ നശീകരണ ശക്തി എത്ര വലുതാണെന്ന് മനസ്സിലാക്കി നമുക്കിപ്പോൾ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ പക്കലേക്ക് തിരിയാം. നമ്മുടെ പാപങ്ങൾക്കും അതുപോലെ തന്നെ ഈ ലോകത്തിലുള്ള മറ്റ് സകലരുടെയും പാപങ്ങൾക്ക് പൊറുതി അപേക്ഷിച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇനിയുള്ള സമയം ദിവ്യകാരുണ്യ നാഥനോടൊപ്പം നമുക്ക് ചിലവഴിക്കാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം കേട്ട് അനുഗ്രഹീതരായ നമ്മൾ വചനമാംസമായ യേശു ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യേ എഴുന്നള്ളിയിരിക്കുമ്പോൾ അവിടുത്തോടൊന്ന് ചേർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയം നമുക്കാവശ്യമായിട്ടുള്ള വിശുദ്ധീകരണവും വിമോചനവും സൗഖ്യവും നൽകുന്നവൻ നമുക്കായി ദിവ്യകാരുണ്യമായി ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം നമുക്ക് ഹൃദയം തുറന്ന് ദൈവത്തെ വിളിക്കുവാനും ഹൃദയം തുറന്ന് ദൈവത്തെ ശ്രവിക്കുവാനുമുള്ള സമയമാണ്. ദിവ്യകാരുണ്യനാഥനിലേക്ക് നമ്മുടെ മുഴുവൻ ശ്രദ്ധയും നമുക്ക് കൊണ്ടുവരാം. ഇന്ന് നമ്മൾ ചിന്തിക്കുകയുണ്ടായി പാപത്തിൻ്റെ നശീകരണ ശക്തിയെക്കുറിച്ച്, വശീകരണ ശക്തിയെക്കുറിച്ച്, പാപം നമ്മുടെ ജീവിതത്തിൽ വരുത്തുന്ന നഷ്ടങ്ങളെക്കുറിച്ച്, നാശങ്ങളെക്കുറിച്ച്. പാപം മൂലം നമ്മൾ ആത്മീയ മരണം പ്രാപിച്ചെന്ന് വരും. നമ്മുടെ പാപം മൂലം മറ്റു പലരും മരണത്തിലേക്ക് നയിക്കപ്പെട്ടെന്ന് വരും. പാപത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. നമ്മൾ കാണുകയുണ്ടായി വിശുദ്ധ ഫ്രാൻസിസ് സാലസ് സൂചിപ്പിച്ച ഒരു കാര്യം, പാപം വിഷമാണ്. സിൻ ഈസ് പോയിസൺ. നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഈ വിഷം കയറിയിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് മോചനം പ്രാപിക്കുവാൻ സാധിക്കണം. ഒരു നിമിഷം കർത്താവിൻ്റെ പക്കലേക്ക് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ നമുക്കൊന്ന് സമർപ്പിക്കാം. മകനെ, മകളെ, നീ പാപിയാണോ, നീ രോഗിയാണോ? ഞാൻ നിന്നെ വിശുദ്ധീകരിക്കാം, ഞാൻ നിന്നെ സുഖപ്പെടുത്താം. ഇതല്ലേ ദൈവവചനത്തിൻ്റെ സന്ദേശം. പ്രഭാഷകൻ 21:1-2 വചനങ്ങളിൽ കർത്താവ് തരുന്ന നിർദ്ദേശം, മകനെ, നീ പാപം ചെയ്തുവോ, ഇനിമേൽ ചെയ്യരുത്. മാനസാന്തരത്തിൻ്റെ പ്രധാനമായ ഒരു ഘടകമാണ് ഇനിമേൽ പാപം ചെയ്യാതിരിക്കുവാനുള്ള തീരുമാനം. പാപത്തിൻ്റെ ആ നശീകരണ ശക്തി തിരിച്ചറിഞ്ഞാൽ പാപം ഒഴിവാക്കി ജീവിക്കുവാൻ നമ്മൾ കഠിനാധ്വാനം ചെയ്യും. മറ്റൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, പഴയ പാപത്തിൽ നിന്നും മോചനം ലഭിക്കാൻ ദൈവത്തോട് നീ പ്രാർത്ഥിക്കണം. നമ്മുടെ ഇന്നത്തെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്ന സഹനങ്ങൾ, ത്യാഗങ്ങൾ, പരിത്യാഗ പ്രവർത്തികൾ, പ്രിയപ്പെട്ടവരെ, അതെല്ലാം പഴയ പാപത്തിൽ നിന്ന് മോചനത്തിനായി സമർപ്പിക്കുമ്പോൾ പാപത്തിൻ്റെ ബന്ധനങ്ങൾ അഴിയുന്നതും സ്വാധീന ശക്തി മാറുന്നതും നമുക്ക് വലിയ സ്വാതന്ത്ര്യം അനുഭവിക്കുവാൻ പറ്റുന്നതും അതെല്ലാം സാധ്യമാവും. മൂന്നാമതൊരു കാര്യം പറഞ്ഞിരിക്കുകയാണ്, സർപ്പത്തിൽ നിന്നെന്നതുപോലെ
പാപത്തിൽ നിന്ന് ഓടിയകലണം. പാപത്തിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അവയിൽ നിന്നും ഓടിയകലാൻ നമ്മൾ തയ്യാറാകണം. നമുക്ക് ഈ തീരുമാനങ്ങൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. പാപത്തിൽ നിന്ന് മോചനം കിട്ടുവാൻ, പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്ന് മോചനം കിട്ടുവാൻ, പാപത്തിൻ്റെ പരിണിത ഫലങ്ങളിൽ നിന്ന് മോചനം കിട്ടുവാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അനുദപിച്ച് ദൈവത്തിലേക്ക് നമ്മൾ തിരിയുക. ഒരു നിമിഷം ശിരസ് നമിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുക. വൈദികരായ ഞങ്ങൾ നിങ്ങളോട് ചേർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വൈദികരായ ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും നിങ്ങളുടെ പ്രത്യേക നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. കാരുണ്യവാനായ കർത്താവേ, വൈദികരായ ഞങ്ങൾക്ക് അങ്ങ് നൽകിയിരിക്കുന്ന അധികാരം ഉപയോഗിച്ച് ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ധ്യാനിച്ചവരും അങ്ങയുടെ സന്നിധിയിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നവരുമായ ഈ മക്കളെ അവിടുന്ന് കരനീട്ടി ആശീർവദിക്കണമേ. പ്രത്യേകിച്ച് കർത്താവേ, പാപത്തിൻ്റെ സ്വാധീന ശക്തി എത്ര വലുതാണെന്ന് തിരിച്ചറിഞ്ഞ് ഇനിമേൽ പാപം ചെയ്യാതിരിക്കുവാൻ വേണ്ട തീരുമാനമെടുക്കുവാൻ, ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കേണ്ടതിന് ആവശ്യമായ അഭിഷേകവും നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ. കർത്താവേ, അങ്ങ് തന്നെ കരം നീട്ടണമേ. അവിടുന്ന് ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും ഇവരുടെ പ്രത്യേക നിയോഗങ്ങളെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ദൈവത്തിൻ്റെ സ്വരം ശ്രവിച്ചുകൊണ്ട് ശിരസ് നമിക്കാം. പരിശുദ്ധ കുർബാനയുടെ ആശീർവാദം നമുക്കിപ്പോൾ ഏറ്റെടുക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, നിനക്കാരാധനയും സ്തുതിയും പുകഴ്ചയും എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ.